എൻ്റെ പൂച്ചക്കുട്ടിക്ക് തീരെ സുഖമില്ലാതെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി അവളുടെ കണ്ണിനൊരു ഇൻഫെക്ഷൻ, ശ്വാസം മുട്ടൽ, നടക്കുമ്പോൾ ഒക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളിവിടെ കുറേ പൂച്ചക്കുട്ടികളെ നോക്കിയിട്ടുള്ള കാരണം കൊണ്ടും ഒക്കെ മരുന്നൊക്കെ വാങ്ങി കൊടുത്തു. കണ്ണിലൊഴിക്കാനുള്ള ആ ഒരു തുള്ളി മരുന്നും എല്ലാം കൊണ്ടുവന്നു കേട്ടോ. പക്ഷെ അവൾക്ക് ഭേദമാവണില്ല. എന്നാൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒറ്റപ്പാലത്തുള്ള ഈ ഒരു ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ കൊണ്ടുപോയത്. അപ്പോൾ ഡോക്ടർ ഒരു ഡൗട്ട് പറഞ്ഞു, ഞരമ്പിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നണമെന്ന് പറഞ്ഞു. എന്നാലും കണ്ണിലൊഴിക്കാനുള്ള മരുന്നും പിന്നെ അതുപോലെ കഫക്കെട്ടിനും ശ്വാസം മുട്ടലിനും ഞരമ്പിൻ്റെ പ്രോബ്ലം മാറാനുള്ള മരുന്നൊക്കെ ഡോക്ടർ പുറത്തേക്ക് എഴുതി കേട്ടോ. അപ്പോൾ എല്ലാ മെഡിസിനൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ അവൾക്കത് ഇന്നലെയല്ല മിനിഞ്ഞാന്നാണ് കേട്ടോ പോയത്. മിനിഞ്ഞാന്ന് വന്ന് കൊടുത്തു. ഇന്നലത്തെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഉച്ചയായപ്പോഴേക്കൊക്കെ അവൾക്ക് ഭയങ്കര ടയേർഡ്, തീരെ ഫുഡ് കഴിക്കാതെയും. അപ്പോൾ ഭയങ്കര എനിക്ക് ആകെ പേടിയാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു കണ്ണിൻ്റെ ഇൻഫെക്ഷനോ കഫക്കെട്ട് മൂലമുള്ള ശ്വാസം മുട്ടലൊന്നുമല്ല, ഞരമ്പിൻ്റെ പ്രോബ്ലം തന്നെയാണ് എന്ന് അവർ നേരെ നോക്കി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു 4 ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. ഇനി നാളെ ഒരു 10 മണിക്ക് എങ്ങനെയുണ്ടെന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ.